മാധവന് വീട് വെക്കാൻ വേണ്ടി ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണം. അതിനുവേണ്ടി മാധവനെയും വന്ദനയും കൊണ്ട് നെട്ടോട്ടം ഓടുകയാണ് നിന്റെ ഇളയ സന്തതി ജഗൻ. അത് വല്ലതും ഭവതി അറിയുന്നുണ്ടോ? അവിടെ കരുണാരക്കുറുപ്പിന്റെ മകനെന്ന അംഗീകാരവും അടുപ്പവും വിശ്വാസവും ഒക്കെ മാനേജർക്ക് ജഗനോടുണ്ട്. ആ വിശ്വാസത്തിന്റെ പേരിൽ ലോണിന്റെ ആദ്യ ഗഡുവായ തുകയും മാനേജർ ആ ദരിദ്രവാസിയായ മാധവന് സാങ്ഷനാക്കി കൊടുത്തു കഴിഞ്ഞു. ഇനി ശരിയായ രേഖകൾ മുഴുവൻ ബാങ്കിൽ സമർപ്പിച്ചാലേ മാനേജർ ബാക്കി തുക കൊടുക്കൂ. വീട് വയ്ക്കുന്ന വസ്തുവിന്റെ ഒറിജിനൽ ആധാരം കൊടുക്കണം. അത് മാധവനേതോ ബ്ലേഡ് പലിശക്കാരന്റെ കയ്യിൽ പണയം വച്ചിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. കുറുപ്പിന്റെ മകനാണെന്ന് പറഞ്ഞ് എന്തൊക്കെ അഭ്യാസം കാണിച്ചാലും മാനേജർ ഒരു ചില്ലി കാശ് പോലും കൊടുക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒരു ഊരാ കുടുക്കിൽപ്പെട്ട് കിടക്കാടി നിന്റെ മോൻ. അല്ല, ആധാരം കൊടുക്കാതൊക്കെ ലോൺ പാസ്സാക്കി കിട്ടുമോ? അതൊക്കെ നിന്റെ മോനോട് പോയി ചോദിച്ചാ മതി. വന്ദനെ സഹായിക്കാൻ വേണ്ടി കച്ചുകെട്ടി ഇറങ്ങിയിരിക്കല്ലേ നിന്റെ മോൻ. പ്രമാണം വയ്ക്കാതെ ലോൺ വാങ്ങുന്നത് ഇനി ഒന്ന് കാണണം. ജഗാ, അല്ല മാധവൻ മാമന്റെ ലോൺ സാങ്ഷൻ ആക്കിയോ? അല്ല, എനിക്കറിയാൻ പാടില്ലാഞ്ഞിട്ട് ചോദിക്കുക. മാധവന്റെ ലോണിന്റെ കാര്യത്തിൽ നീ എന്തിനാടാ ഈ റിസ്ക് എടുക്കുന്നത്? ഒരു പരസഹായം, അത്രേ ഉള്ളൂ. ഓഹോ, ഒരാളിന്റെ ആവശ്യം ന്യായമാണെന്ന് തോന്നിയപ്പോ ഞാൻ അദ്ദേഹത്തെ സഹായിച്ചു. അവന്റെ ഒരു പരസഹായം 10 പൈസക്ക് നേട്ടമുള്ള കാര്യമായിരുന്നെങ്കിൽ കേൾക്കാനെങ്കിലും കൊള്ളാമായിരുന്നു. അച്ഛാ, കുടുംബത്തിന് നേട്ടമുള്ള കാര്യം തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. കുടുംബത്തിന് നേട്ടമുള്ള കാര്യമോ? എനിക്ക് മനസ്സിലായില്ല. അച്ഛാ, മാധവനങ്ങളുടെ 5 മക്കളാണല്ലോ. ആ വീടിന്റെ പണി പൂർത്തിയാകുമ്പോ ഭാവിയിൽ ആ വീടിനും പറമ്പിനും 5 പേർക്ക് തുല്യ അവകാശമായിരിക്കും. അതിലൊരവകാശി മനോജാണ്. മനോജ് അലീന് കിട്ടുന്ന അവകാശം നമ്മുടെ ഹരിതയ്ക്കും കൂടി ഉള്ളതല്ലേ? ഭാവിയിൽ സ്വന്തം സഹോദരിക്ക് നേട്ടം ഉണ്ടാവുന്ന ഒരു കാര്യത്തിന് വേണ്ടി സഹോദരൻ അധ്വാനിക്കുന്നത് തെറ്റാണോ? അല്ല, ഒരു നേട്ടം കണക്ക് കൂട്ടി വേണം മറ്റൊന്ന് ചെയ്യാനെന്ന് നിങ്ങൾ തന്നെയല്ലേ മോനെ പഠിപ്പിച്ചത്? അതേ അവൻ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഞാൻ പഠിപ്പിച്ചത് എനിക്കിട്ട് വെച്ചതിന് അലക്കുകയാണല്ലേ? അച്ഛൻ വല്ലതും പറഞ്ഞോ? പറഞ്ഞു. അങ്ങനെ നിന്റെ സഹോദരിക്ക് നേട്ടമുണ്ടാക്കാമെന്നുള്ളതാണ് നിന്റെ കണക്ക് കൂട്ടലെങ്കിൽ അതങ്ങനെ തന്നെ നടക്കട്ടെ. ആ, മോള് നന്നായിട്ട് ഉറങ്ങിയല്ലേ? അല്ലാതെ ഞാൻ എന്തിയാനാ ആന്റി? മിണ്ടാനും പറയാനും ഒന്നും ഇവിടെ ആരുമില്ല. ഇങ്ങനെ പോയാ ഞാനൊരു മടിച്ചുകോതായത് തന്നെ. അയ്യോ, അത് പറ്റില്ല. മോളുടെ അച്ഛൻ മോളെ ഇങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നതിനെ മടിച്ചിക്കോതയാക്കാനല്ല. മോനെ ജഗ, നീ നീലിമയും കൂട്ടി ഒന്ന് കറങ്ങി അടിച്ചിട്ടൊക്കെ വാ. അതെ മോനെ, ഇവളിവിടെ ഒറ്റയ്ക്കിരുന്നുള്ള ബോറടിയൊക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ. അവൾക്കൊരു കമ്പനി കൊടുക്കാൻ നീ അല്ലേടാ ഉള്ളൂ. അത് പിന്നെ ഞാനിന്ന് ആകെ മൂഡ് ഓഫാ. ഒരു യാത്ര പോകാനുള്ള മൈൻഡ് സെറ്റ് ഒന്നും എനിക്കില്ല. പിന്നെ എപ്പോഴെങ്കിലും ആവാം. അവിടെ നിന്നെ. എന്താ മോളെ, നിനക്ക് ജഗനോടൊപ്പം ഔട്ടിങ്ങിന് പോകാൻ താല്പര്യമില്ലേ? ഇല്ലേ? ഉണ്ട്. ആ,
ജഗൻ ഇവിടുത്തെ യുവജന നേതാവല്ലേ? അപ്പോ ഒരുപാട് പേരെ കാണാം, പരിചയപ്പെടാം. അതൊക്കെ ഒരു രസമല്ലേ? കാമോ ജഗൻ. അച്ഛാ, അത് പിന്നെ ഞാനിന്ന് ഒന്ന് കാണാതെ മറ്റൊന്ന് ചെയ്യാൻ പാടില്ല എന്നല്ലേ ഞാൻ നിന്നെ പഠിപ്പിച്ചത്? നീലിമയുമായിട്ടുള്ള നിന്റെ ചുറ്റിക്കറങ്ങൽ, അതിന് അച്ഛൻ പച്ചക്കൊടി കാട്ടുന്നതും വലിയൊരു നേട്ടം ഞാൻ കണക്ക് കൂട്ടിയ. കാമോ ജഗൻ. അതെ, നിന്റെ മകൻ ഇക്കാര്യത്തിൽ മോശമാണെങ്കിൽ നീലിമ മേടിക്കുക. അവൾ അവനെ കറക്കി വീഴ്ത്തിയിരിക്കും. നീ പണ്ടെന്നെ കറക്കി വീഴ്ത്തിയതുപോലെ. നീലിമേ, ഏതായാലും നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചവരല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു യാത്ര? അതും നീലിമയുടെ നിർബന്ധത്തിന്. ഇത് ഒഴിവാക്കി കൂടായിരുന്നു. അതാണോ? യാത്രേ പലർക്കും പലതാ. ചിലർക്ക് അതൊരു ഒളിച്ചോട്ടാ. ആ വീട്ടിലിരുന്ന് ജഗന്റെ അമ്മയുടെ ഉപദേശം കേട്ട് മടുത്തു ഞാൻ. അതിൽ നിന്നൊരു ഒളിച്ചോട്ടം. ഈ യാത്രയും ജീവിതവും ഒരുപോലെയാണ്. അത് മനോഹരമാവുന്നത് പ്രിയപ്പെട്ടവരുമായിട്ട് യാത്ര ചെയ്യുമ്പോഴാണ്. പ്രണയം അനുഭവിച്ചിട്ടുള്ള മനസ്സാണല്ലേ? അത്യാവശ്യം. ജീവിതത്തില് പ്രണയിക്കാത്തവരായി ആരെങ്കിലും ഉണ്ടോ? ഇല്ലെന്ന് പറഞ്ഞാലും അത് കള്ളം മാത്ര. ഉള്ളിന്റെ ഉള്ളില് ഏതേലും ഒരു കോണിൽ ആരോടെങ്കിലും എപ്പോഴെങ്കിലും ഒരു പ്രണയം തോന്നും. അതാ സത്യം. ജഗ, ഇന്ന് നമ്മുടെ ഇഷ്ടങ്ങളെ വേണം കൂടെ കൂട്ടാൻ. അതെ, എന്റെ ഇഷ്ടങ്ങളെ എനിക്ക് കൂടെ കൂട്ടണം. ഇഷ്ടമുള്ള ഒരാളെ. അല്ലാതെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് യാതൊരു കോംപ്രമൈസിനും ഞാൻ തയ്യാറല്ല. നീലിമയ്ക്ക് അറിയോ, ഞാൻ ഈ ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിച്ച ദിവസം നീലിമയ്ക്ക് എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ ദിവസമാണ്. ഇന്നത്തെ ചെറുപ്പക്കാർക്കൊന്നും ഇല്ലാത്ത ചില ക്വാളിറ്റികൾ എനിക്ക് ജഗനിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെന്താ ക്വാളിറ്റി? സാധാരണ പണവും പ്രതാപവും ഉള്ളൊരു പെണ്ണിനെ കണ്ട അതുവരെയുള്ള എല്ലാ ബന്ധങ്ങളും മറന്ന് അവളുടെ സ്വത്തുക്കൾ എങ്ങനെ കൈക്കലാക്കാം എന്നാ ചിന്ത. ജഗൻ ഒരു പക്ഷേ പണക്കാരനായതുകൊണ്ടാവാം അങ്ങനെ ഒരു ചിന്ത വരാത്തത്. ഗ്രേറ്റ്. ജഗൻ അറിയോ, എനിക്ക് ഈ താലികെട്ടിൽ പോലും ഒരു വിശ്വാസം ഇല്ല. അയ്യോ, അങ്ങനെ പറയരുത്. താലികെട്ടൽ അതൊരു വിധിയാ. ആർക്ക് ആരെന്ന് പൂർവ്വജന്മത്തിലേയുള്ള തീരുമാനം നടപ്പാക്കൽ. എന്നുവെച്ചാ ഈ താലി സത്യമുള്ളതാണെന്ന്. പരസ്പരം മനസ്സിലാക്കാത്ത അറിയാത്ത രണ്ടു പേര് തമ്മിൽ വിവാഹം കഴിക്കുമ്പോൾ ജീവിതം മുന്നോട്ട് പോകാനുള്ള ഒരു ഉറപ്പാണ് താലി. ആ താലിക്ക് രക്തബന്ധത്തെക്കാൾ പവിത്രതയുണ്ട്. അതിലൂടെയാണ് രക്തബന്ധങ്ങൾ പോലും ഉണ്ടാവുന്നത്. ഒരർത്ഥത്തിൽ പുതിയ ജീവിതങ്ങളുടെ ഉറവിടത്തിന്റെ അടിസ്ഥാനം പോലും ആ താലിയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഒരു സ്ത്രീയുടെ കഴുത്തിലെ താലി വീണാൽ അവൾ സുരക്ഷിതയാണ്. സെക്രട്ടറിയോട് വരാൻ
എന്താടി ഇന്ന് സ്വപ്നം കാണുന്നത്? ഞാനല്ലാതെ ആരാടി നിന്റെ ഉള്ളില്? സത്യം പറഞ്ഞോ, ഇല്ലെങ്കിൽ കൊന്നുകളയും ഞാൻ. ഈ മനുഷ്യൻ എന്താ ഭ്രാന്ത് പിടിച്ചോ? അതെടി, ഭ്രാന്തനാണ് ഞാൻ. നീ എന്നെ ഭ്രാന്തനാക്കി. ഞാൻ എങ്ങനെ ഭ്രാന്തനായി? സത്യം പറ, നീ ആരെ നോക്കിയാണ് സ്വപ്നം കണ്ട് അങ്ങോട്ടൊന്ന് തിരിച്ചുകൊണ്ടിരുന്നത്? അതാണോ ഇപ്പൊ ഇത്ര വലിയ കാര്യം? അതെ, അത് വലിയ കാര്യമല്ലേ? ഞാൻ എന്റെ മകനെ മരുമോളെയോ സ്വപ്നം കണ്ടത്. എന്റെ ജഗനെ നീലിമേ. മനസ്സിലായില്ലേ? അവരിപ്പൊ ക്ഷേത്രത്തിൽ തൊട്ടൊരുമ നിന്ന് പ്രാർത്ഥിക്കുകയായിരിക്കും. അവരുടെ വിവാഹം കെങ്കേമമായിട്ട് നടത്തി തരണേന്ന്. ആ രംഗ സ്വപ്നത്തിൽ കണ്ട ഞാൻ ഒറ്റയ്ക്കിരുന്ന് ചിരിച്ചത്. ഇപ്പൊ മനസ്സിലായോ? ഏതാണ്ടൊക്കെ മനസ്സിലായി. നീലിനെ വിവാഹം കഴിക്കാൻ ജഗന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ലല്ലോ. ആ മാനസികാവസ്ഥയൊക്കെ നീലിമ മാറ്റിയെടുത്തിട്ടുണ്ടാവുമെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അതെ, ജഗനെ എങ്ങനെ സ്വാധീനിച്ചു വരുതിയിലാക്കാന്ന് നല്ലൊരു സ്റ്റഡി ക്ലാസ് ഞാൻ നീലിമയ്ക്ക് കൊടുത്തിട്ടാ വിട്ടത്. ഇപ്പൊ ആണെങ്കി അവർ ഒരുമിച്ച് പുറത്തു പോയിരിക്കല്ലേ. ആ അവസരം നീലിമ ശരിക്കും മുതലെടുക്കും. അതെ, അവള് മിടുക്കി കുട്ടിയ. ജഗനെ അവള് പാട്ടിലാക്കിയിരിക്കും, ഉറപ്പാ. ഈ വിവാഹം നടന്നെങ്കിൽ കോടീശ്വരനായ നമ്പ്യാരുമായിട്ടുള്ള നമ്മുടെ ബിസിനസ് ഏർപ്പാടൊക്കെ നടക്കൂ. അതുകൊണ്ട് നീ നീലിമയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്റ്റഡി ക്ലാസ് മുടക്കണ്ട. തുടർന്നോ. ശക്തി സ്വരൂപിണി, ഞങ്ങളുടെ കല്യാണം ഒരു കാരണവശാലും നടക്കരുതേ. ദേവിക്കറിയാലോ, ഞാൻ കിട്ടിയ താലിയുമായി ഒരു പെണ്ണ് ഒരിടത്തിരിക്കുന്നുണ്ട്. അവളാണ് ജഗന്റെ പെണ്ണ്. നീ കാണിച്ചു തന്ന പെണ്ണ്. അവളെ എത്രയും വേഗം എന്റേതാക്കി തരണേ ദേവി. നമ്മുടെ മോൻ ജഗന്റെ പിടി വന്ദനി വല്ലാതെ മുറുകിയിരിക്കുക. നീ സ്റ്റഡി ക്ലാസ് എടുക്കുന്തോ വന്ദനയുടെ മേലുള്ള ജഗന്റെ പിടി അയഞ്ഞിരിക്കണം. ഒപ്പം നീലിമേലുള്ള പിടി മുറുകയും വേണം. മനസ്സിലായോ? മനസ്സിലായി. എന്റെ പണി ഞാൻ ചെയ്തോളാം. ഇടയ്ക്ക് നിങ്ങള് ചാടി കയറി അതിനെ കുളവാക്കാതിരുന്നാ മതി. രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെടുന്നവരാണെന്ന് മനസ്സിലായി. മനസ്സുരുകി പ്രാർത്ഥിച്ചോളൂ. ദേവി മനസ്സിലെ ആഗ്രഹം നിറവേറ്റി തരും. അയ്യോ തിരുമേനി, എനിക്ക് യോജിച്ച ആളെ അല്ല ജഗൻ. ജഗനിപ്പോഴൊരാൾക്ക് ഞാനും യോജിച്ചതല്ല. നിങ്ങളെ തമ്മിൽ ഒരിക്കലും ഒരുമിപ്പിക്കരുതെന്ന് പ്രാർത്ഥിക്കാനോ ഇവിടെ വന്ന്. തിരുമേനി, നീലിമ ഒരു പാവം പെൺകുട്ടിയാ. അവളുടെ പ്രാർത്ഥന നടത്തി കൊടുക്കാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും വഴിപാട്? ഇവളുടെ പ്രാർത്ഥന സഫലമാവാൻ എൻ്റെ വക ഒരു പൂമോടൽ ഞാൻ നേർന്നിട്ടുണ്ട്. ന്യൂജൻ പിള്ളേരല്ലേ, കലികാല വൈഭവം. ഇങ്ങനെ ഏതായാലും കല്യാണം നടക്കലേന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കേക്ക്. നിങ്ങളെ ആദ്യം കണ്ടപ്പോൾ ഞാൻ കരുതി നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നവരാണെന്ന്. കാരണം നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാണ്. ഞങ്ങളുടെ ഇഷ്ടം പോലെ നോക്കാതെ ഞങ്ങളുടെ വീട്ടുകാര്
നിങ്ങൾ കല്യാണത്തിന് നിർബന്ധിക്കുക. പക്ഷെ ഞങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ട് സഞ്ചരിക്കാൻ താല്പര്യമില്ല. ആയിരിക്കാം, നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ ഇഷ്ടമല്ലായിരിക്കാം. നിങ്ങളുടെ വീട്ടുകാർക്ക് നിങ്ങളെ ഒരുമിപ്പിക്കാൻ താല്പര്യവും ഉണ്ട്. അയ്യോ, പക്ഷേ അതിനൊക്കെ മുകളിൽ ദേവി ഒന്ന് തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. അതാരെ കൊണ്ടും മാറ്റാൻ കഴിയില്ല. സത്യം. ദേവി, ഈ സാഗറിനെ സാറിന് പരിചയപ്പെടുത്തുന്നത് ഞാനാണെന്ന് കുറുപ്പ് സാറ് മറന്നിട്ടില്ലല്ലോ. ഇല്ല, കുറുപ്പൊന്നും മറന്നിട്ടില്ല. 1-ാം നമ്പർ ഫ്രോഡാണ് അയാളെങ്കിലും കൂടെ നിൽക്കുന്നവരെ സംരക്ഷിച്ച് പിടിക്കുന്നവനാ. മാധവൻ നായരുടെ വസ്തുവിന്റെ ആധാരം സാറിനെ ഏൽപ്പിച്ചത് സാഗറല്ലേ? അതെ. അത് സാറിന് വലിയ അനുഗ്രഹമായില്ലേ? എന്റെ മകൻ ജഗനെയും കൂട്ടുപിടിച്ചുകൊണ്ട് എന്നെ തളയ്ക്കാനുള്ള ശ്രമത്തിലായിരുന്നല്ലോ ആ വന്ദനയും മാധവനും ഒക്കെ. ഇനി അത് നടക്കാൻ പോകുന്നില്ല. വന്ദനയും മാധവൻ നായരും ഒക്കെ കുറുപ്പെന്ന തന്ത്രശാലയുടെ മുന്നിൽ പത്തി മടക്കി നിൽക്കുകയല്ലേ? അവിടെ തനിക്ക് തെറ്റി. കുറുപ്പ് രംഗത്തേ ഇല്ലല്ലോ. കളി മൊത്തം ഗാലറിയിൽ നിന്ന് നിയന്ത്രിക്കല്ലേ. ബാങ്ക് മാനേജറാ. എടുക്ക സാറേ. എന്റെ മോനെ തട്ടിയെടുക്കാമെന്ന മോഹവും നടക്കാൻ പോകുന്നില്ല. എല്ലാ സ്വപ്നങ്ങളും ഈ കുറുപ്പ് പപ്പടം പോലെ പൊടിച്ചിരിക്കും. അച്ഛനും മോനും തമ്മിൽ ആയുധമെടുത്തിരിക്കുന്നത്. കുറുപ്പിന്റെ കയ്യിൽ ഗാന്ഡീവം ഉണ്ടെങ്കിൽ അതിനെ തകർക്കാനുള്ള ബ്രഹ്മാസ്ത്രം ജഗന്റെ കയ്യിലും ഉണ്ടാകും. അടി തെറ്റുന്നത് ഈ മൊട്ടത്തലയിലേക്ക് തന്നെ ആയിരിക്കും. പറഞ്ഞിട്ടെന്താ കാര്യം? എന്തോന്നാണോ താൻ ഇത്ര ആലോചിക്കുന്നേ? അല്ല, ഒന്നുമില്ല. വേണ്ടാത്ത വല്ലതും, അതായത് MLA സ്ഥാനം ആണോ? ഓ, ഒന്നുമില്ല സാർ, ഒന്നുമില്ല. എങ്കിൽ ആലോചിക്കട്ടെ കേട്ടോ. അത് നടക്കില്ല കേട്ടോ, നടക്കില്ല. എന്നാ പിന്നെ സാർ ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ തന്നെ.
ആ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞാൻ പാർട്ടി ഓഫീസിൽ കാണും, അറിയിച്ചാൽ മതി. ആ ആ ആ ആ ആ ശ്ശോ. അങ്ങനെ മാധവന്റെ ബാങ്ക് ലോൺ കോഞ്ഞാട്ടയായി. ഞാൻ കളി തുടങ്ങി മാധവ, കളി തുടങ്ങി. ചന്ദ്രിക, എന്തിനാണ് ഈ പോലീസ് വന്നത്? മാധവ, എന്താണ് ഈ കാണുന്നത്? വസ്തുവിന്റെ പ്രമാണം കിട്ടിയോ? ഇല്ല. ബാങ്കിൽ അടയ്ക്കേണ്ട പണം കയ്യിലുണ്ടോ? ഇല്ല, പണം തിരിച്ചടയ്ക്കാനാകില്ല. കയ്യിൽ പ്രമാണവുമില്ല. എന്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിരപരാധിയാ. അപമാനിക്കരുത്. മാഡം, തീരെ പ്രതീക്ഷിക്കാത്തൊരു ചതി നടന്നിരിക്കാം. അതുകൊണ്ട് അച്ഛന് ഈ അവസ്ഥ വന്നെന്ന് മാഡത്തിന് അറിയാലോ. പ്രമാണം ബാങ്കിൽ തരാൻ അച്ഛന് കഴിയുമെന്ന് തോന്നുന്നില്ല. അതിനെടുക്ക.